കേരളത്തിന്റെ തലസ്ഥാന നഗരം കാത്തിരുന്ന വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോഡ് ഷോയിലും പൊതുപരിപാടിയിലും ബിജെപിയുടെ പരിപാടിയിലും മോദി പങ്കെടുത്തു. കേരളത്തിൽ മാറ്റം വന്നുവെന്നും ഇത് പുതിയ തുടക്കമാണെന്നും നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ NDA സർക്കാർ വേണമെന്ന് ജനം ആഗ്രഹിക്കുന്നുവെന്നും അത് സാധ്യമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധുരയിലെ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദിയെ കൊണ്ടുവരുമെന്ന വാക്കു പാലിച്ചുവെന്ന രാജീവ് ചന്ദ്രശേഖർ 15 ദിവസം കൊണ്ടാണ് നഗരവികസന രൂപരേഖ തയ്യാറാക്കിയതെന്ന് മേയർ VV രാജേഷ്. പ്രധാനമന്ത്രിയുടെ 2 പരിപാടിയിലും പോകണമായിരുന്നു എന്നതിനാലാണ് താൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്താഞ്ഞതെന്ന് മേയർ VV രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം നൽകി കൊല്ലം വിജിലൻസ് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശ് MPയും ഒന്നിച്ചുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. MP ആയ ശേഷം അന്നദാനവുമായി ബന്ധപ്പെട്ടാണ് പോറ്റി വന്ന് കാണുന്നതെന്ന് അടൂർ പ്രകാശ്. 2020 അധ്യക്ഷൻ സാബു ജേക്കബ് പ്രവർത്തകരെ വഞ്ചിച്ചുവെന്നും ജാതിയും മതവും തിരിച്ച് സർവേ നടത്തി അതിന്റെ ഫലം BJPക്ക് വിറ്റുവെന്നും ആരോപണം. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന പ്രവർത്തകരാണ് ആരോപണം ഉന്നയിച്ചത്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് തലകീഴായി മറിഞ്ഞു. ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, ഡ്രൈവർ കുഞ്ഞുമോൻ, ഗൺമാൻ മനോജ് എന്നിവരെ പരിക്കുകളോടെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മമ്മൂട്ടി നായകനായി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് കൊച്ചിയിൽ തുടക്കം. പദയാത്ര എന്ന ചിത്രത്തിലാണ് പതിറ്റാണ്ടിനു ശേഷം മമ്മൂട്ടി അടൂരിന്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിജയ് നായകനായ ജനനായകൻ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് മദ്രാസ് ഹൈക്കോടതി ജനുവരി 27 വിധി പറയും. കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി, കുരുന്നുകൾക്കൊരു കരുതലായി, കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ.